എല്ലാവർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ ഫീസില്ല കളരിയിലെ ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 1 മുതൽ 4 വരെയുള്ള ആർട്ടിക്കിളുകൾ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കി. ഇന്ത്യൻ ഭരണഘടനയുടെ 1ാമത്തെ പാർട്ട് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ വിശദമായി തന്നെ നമ്മൾ മനസ്സിലാക്കി ആർട്ടിക്കിളുകൾ എടുത്തു വെച്ചാൽ നമ്മൾ പഠിച്ചത്. അതുപോലെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് 2 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളുകളാണ് ഇതിലുള്ളത്. ഈ ആർട്ടിക്കിളുകളാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. ആ ഭരണഘടനയിലെ പാർട്ട് 2 പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ, അതായത് എങ്ങനെ പൗരത്വം ലഭിക്കും, ഏത് രീതിയിൽ പൗരത്വം എല്ലാം നഷ്ടപ്പെടാം, പൗരത്വത്തിന്റെ അമെന്റ്മെന്റ് എന്താണ്, അമെന്റ്മെന്റ് ആക്ടുകൾ എത്രത്തോളമാണ് എന്നൊക്കെ നമ്മൾ വളരെ വിശദമായി ചെയ്ത വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പോളിറ്റി എന്ന മേഖലയിൽ കിടപ്പുണ്ട്. അത് കണ്ടാൽ മനസ്സിലാവും. ഇത് നമ്മൾ ഓരോ ആർട്ടിക്കിളുകളും പെറുക്കി എടുത്ത് പഠിക്കുന്ന രീതിയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന കമന്റ് തന്നെ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്കുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ അതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആരംഭിക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കുറച്ച് ആർട്ടിക്കിൾസ്, വളരെ കുറച്ച് ആർട്ടിക്കിൾസേ ഉള്ളൂ. ഒരു 4ഓളം വരുന്ന ആർട്ടിക്കിൾസ് നമുക്കൊന്ന് നോക്കാം അല്ലെ. അത് എത്രാമത്തെ ആർട്ടിക്കിൾ? 4ാമത്തെ ആർട്ടിക്കിൾ വരെ നമ്മൾ പഠിച്ചതാണെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാമത്തെ ആർട്ടിക്കിളാണ്. ഈ 5ാമത്തെ ആർട്ടിക്കിൾ ഉൾപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് 2 പാർട്ട് 2 എന്തിനെ പറ്റിയാ പ്രതിപാദിക്കുന്നതെന്ന് അറിയാം നമുക്ക് അല്ലെ. പൗരത്വം എന്ന് പറഞ്ഞ ഒരു ഏരിയ, അല്ലെങ്കിൽ നമ്മളതിനെ സിറ്റിസൺഷിപ്പ് എന്ന പേരിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മളിപ്പോ നോക്കുന്ന വളരെ കുറച്ച് ആർട്ടിക്കിൾ 5, 6, 7, 8 നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 5ാമത്തെ ആർട്ടിക്കിൾ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഈ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ, അതായത് പൊതുജനങ്ങൾക്കായിട്ട് ഇത് ലഭ്യമാകുമ്പോൾ, അതെന്നാണ്? അത് 1950 ജനുവരി മാസം 26-ാം തീയതിയാണ് ഇത് പൊതുജനങ്ങൾക്കായിട്ട് നൽകപ്പെട്ടത്. അങ്ങനെ പൊതുജനങ്ങൾക്കായിട്ട് നൽകപ്പെട്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെ പൗരത്വത്തെ സംബന്ധിച്ച് വലിയ ആക്ഷേപങ്ങളോ തർക്കങ്ങളോ ഒന്നുമില്ല. രാജ്യം സ്വതന്ത്രമായതല്ലേ ഉള്ളൂ. അതുകൊണ്ട് പൗരത്വത്തിന്റെ വ്യവസ്ഥകള് വലിയ കാര്യമായ രീതിയിലൊന്നും അതിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ആർട്ടിക്കിളുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പിന്നീടാണ് 10ഓളം വരുന്ന ഭേദഗതികൾ നടന്നത്. പൗരത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10ഓളം വരുന്ന ഭേദഗതികളുണ്ട്. ഇതിൽ നിങ്ങൾ പക്ഷെ പഠിച്ചിരിക്കുക 2019 നടന്ന, ഏറ്റവും ഒടുവിൽ നടന്ന ഭേദഗതി അതായിരിക്കും കൂടുതൽ പറഞ്ഞിരിക്കുക. അതിനു മുൻപ് പക്ഷെ 2015 ഒരു ഭേദഗതി ഉണ്ടായിരുന്നു. അതിനു മുൻപ് 2005 ഒരു ഭേദഗതി ഉണ്ടായിരുന്നു. അതിനു മുൻപ് 2003 ഒരു ഭേദഗതി ഉണ്ടായിരുന്നു. അതിനു മുൻപ് 1992 ഭേദഗതി നടത്തതാണ്. അതിനു മുൻപായിട്ട് 1986 നടന്നു, 1985 നടന്നു, 1960 നടന്നു, 1957 നടന്നു, 1955 നടന്നു. നോക്കിക്കേ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10ഓളം വരുന്ന ഭേദഗതികളിലൂടെയാണ് ഇന്ത്യയിലെ ഈ സിറ്റിസൺഷിപ്പ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ ഭേദഗതികളൊക്കെ വരുന്നതിന് മുൻപുള്ള സിറ്റിസൺഷിപ്പാണ് നമ്മൾ ഈ ആർട്ടിക്കിളുകളിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയതേ ഉള്ളല്ലോ. അപ്പോൾ എന്തായിരുന്നു ഇതിൽ പറയുന്നത്? സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യയിൽ കുറെ ജനങ്ങൾ ഇവിടെയുണ്ട്. ആ ജനങ്ങളിൽ ആരെല്ലാമാണ് പൗരൻ എന്നതാണ് 5ാമത്തെ ആർട്ടിക്കിളിൽ പറഞ്ഞിരുന്നത്. അതായത് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ബ്രിട്ടീഷ് പ്രജകളാണ് അവരെല്ലാവരും. ആ ബ്രിട്ടീഷ് പ്രജകളിൽ ആരെല്ലാമാണ് ഇന്ത്യക്കാരെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളായിരുന്നു ഈ 5ാമത്തെ ആർട്ടിക്കിൾ. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുന്നതിന് 5 കൊല്ലം മുൻപ് ഇവിടെ താമസിക്കുന്നവർ ആയിരിക്കണം. അതായിരുന്നു 1ാമത്തെ വ്യവസ്ഥ. പിന്നെയോ അവൻ ഇന്ത്യയിൽ ജനിച്ചവനായിരിക്കണം. അപ്പൊ ബോൺ ഇൻ ഇന്ത്യ ആയിരിക്കണം അല്ലെ. അപ്പൊ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ആളായിരിക്കണം. ആര്? ഈ വ്യക്തി അല്ലെങ്കിൽ ഇവന്റെ പാരന്റ്സ്. ഈ വ്യക്തി അല്ലെങ്കിൽ ഇവന്റെ പേരൻസ് ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ടാവണം. മാത്രമല്ല ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന 1950 ജനുവരി 26 5 ഇയേഴ്സ് ബാക്ക്, 5 വർഷം മുൻപ് ഇവിടെ താമസിച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവൻ പൗരനാണ് എന്നാ പറയുന്നത്. ഇന്ത്യയിൽ ജനിക്കണമെന്നും, അവൻ ജനിക്കണം അല്ലെങ്കിൽ അവന്റെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഇന്ത്യയിൽ ജനിക്കണം. അത് 5 വർഷം മുമ്പ്
ഈ ഭരണഘടന നിലവിൽ വരുന്നതിന് 5 വർഷം മുമ്പ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ അവൻ ഇന്ത്യൻ പൗരനാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഇത്. അതായത് ഇന്ത്യയിൽ അധിവസിക്കുന്ന ആൾക്കാരിൽ പൗരന്മാർ ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നൽകുന്ന ആർട്ടിക്കിളായിരുന്നു ഈ 5ാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ആർട്ടിക്കിൾ 6ാമത്തെ ആർട്ടിക്കിൾ. എന്താണ് ഈ 6ാമത്തെ ആർട്ടിക്കിളിൽ പറഞ്ഞെന്നറിയാവൂ? 6ാമത്തെ ആർട്ടിക്കിളിൽ പറഞ്ഞ കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഇന്ത്യ, ബ്രിട്ടീഷുകാർ ഭരിച്ച ഇന്ത്യ, ആ ഇന്ത്യയെ നമ്മൾ വിശേഷിപ്പിക്കുന്നവര് അൺഡിവൈഡഡ് ഇന്ത്യ അഥവാ അവിഭക്ത ഭാരതം എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഈ അവിഭക്ത ഭാരതം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ഉൾപ്പെടുന്നുണ്ട്, പാകിസ്ഥാൻ ഉൾപ്പെടുന്നുണ്ട്, ഇന്ത്യ ഉൾപ്പെടുന്നുണ്ട്. ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് അൺഡിവൈഡഡ് ഇന്ത്യ ആവുന്നത്. അപ്പോൾ ഇവിടെ ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ ഒക്കെ ആയിട്ട് ആൾക്കാരുണ്ട്. ഇപ്പോഴാണ് ബംഗ്ലാദേശ് ആയത് 72 മുതൽ. അതിനു മുൻപത് കിഴക്കൻ പാകിസ്ഥാൻ ആയിരുന്നു. അപ്പൊ നമുക്ക് പാകിസ്ഥാൻ എന്ന പദം മാത്രം ഇവിടെ പ്രയോഗിക്കാം. അപ്പോൾ പാകിസ്ഥാനാണെന്നോ ഇന്ത്യയാണെന്നോ ചിന്തയില്ലാതെ ഭാരതം എന്ന രീതിയിൽ ഒരുപാട് ആൾക്കാർ കഴിഞ്ഞിരുന്നപ്പോഴാണ് 47-ൽ ഈ വിഭജനമെല്ലാം ഉണ്ടായത്. അപ്പൊ വിഭജനം വന്നു കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാർ എവിടെയായിപ്പോയി? അവർ പാകിസ്ഥാനിലായിപ്പോയി, അല്ലെ? അപ്പൊ പാകിസ്ഥാനിലായി പോയ ആളുകള് കുറെ ആൾക്കാർ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയ ആളുകൾ, അതായത് ദ പേഴ്സൺ ഹു അറൈവ്ഡ് ഫ്രം പാകിസ്ഥാൻ ആണ്. അപ്പം അറൈവൽ എവിടുന്നാണ്? പാകിസ്ഥാനിൽ നിന്നും വന്ന ആളുകൾക്ക്, അല്ലെ? അപ്പൊ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ആളുകൾ ഏകദേശം ഒരു 1948 ജൂലൈ മാസം 19 ശേഷം വന്നിട്ടുള്ള ആൾക്കാരില്ലേ, ഇങ്ങനെയുള്ള ആളുകൾക്ക് പൗരത്വം കൂടാതെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാനിൽ കുറച്ചു കാലം നിന്ന് പറ്റില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പാവങ്ങൾ തിരിച്ചിങ്ങോട്ട് പോകും. അപ്പൊ അങ്ങനെ വന്ന ആളുകൾ ഉണ്ടല്ലോ, അവർക്ക് പൗരത്വം കൊടുക്കുന്നതിനെ കുറിച്ച് വിഭാവനം ചെയ്യുന്ന ആർട്ടിക്കിളാണ് 6 എന്ന് പറയുന്നത്. അവർ ചെയ്യേണ്ട കാര്യം എത്രയുള്ളൂ? ഇവിടെ എത്തിയിട്ട് ഒരു 6 മാസം താമസിച്ചിട്ട് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ എന്ന മാർഗത്തിലൂടെ അവർക്ക് പൗരത്വം ലഭിക്കും എന്നാണ് 1950 ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 6 പ്രതിപാദിച്ചിരുന്നത്. പാകിസ്ഥാനിൽ നിന്ന് എത്തുന്നവർക്ക് കൊടുക്കുന്ന പൗരത്വത്തിന്റെ രീതി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ആർട്ടിക്കിൾ ഉണ്ട്, അത് 7ാമത്തെ ആർട്ടിക്കിളാണ്. ഈ 7ാമത്തെ ആർട്ടിക്കിൾ എന്താ പറയുന്നത് അറിയാവോ? ഈ അവിഭക്ത ഇന്ത്യ ആയിരുന്ന സമയത്ത് കുറച്ചാൾക്കാർ ഇത് പാകിസ്ഥാൻ എന്ന പ്രദേശത്തേക്ക് പോയിട്ടുണ്ട്. അത് പാകിസ്ഥാനാണെന്ന് അറിയാതെ പോയത്, അന്ന് ഭാരതത്തിന്റെ ഭാഗമല്ലേ. അങ്ങനെ 1947 മാർച്ച് മാസം 1-ാം തീയതിക്ക് ശേഷവും അങ്ങോട്ട് പോയ ആൾക്കാരുണ്ട്. മാർച്ച് മാസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇന്ത്യ എന്ന് രാജ്യത്തിന്റെ അവസാനത്തെ വൈസ്രോയി ആയിട്ട് ലൂയി മൗണ്ട് ബാറ്റൻ വരുന്നത് ഈ മാസത്തിലാണ്. ഈ മൗണ്ട് ബാറ്റൻ ആണ് ഇവിടെ വന്നിട്ട് ഇന്ത്യ വിഭജനമൊക്കെ നടത്തുന്ന കാര്യങ്ങളിൽ ഒരു തീർപ്പ് കൽപ്പിച്ചത്. അപ്പോൾ ഇന്ത്യ വിഭജനം ഉണ്ടാകുമെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ എന്ത് ചെയ്തു? ഈ പറയുന്ന ആ പാകിസ്ഥാൻ എന്നുള്ള ഡിമാൻഡ് ഉന്നയിക്കപ്പെടുന്ന പ്രദേശത്തേക്ക് പോയി കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, അവർക്ക് അബദ്ധം പറ്റി, പണി പാളി എന്ന് മനസ്സിലായി. അവരെന്ത് ചെയ്തു? അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. അതായത് അവർ പോയി എവിടുന്ന്? ഇന്ത്യയിൽ നിന്ന് അവർ പാകിസ്ഥാനിലേക്ക് പോയി. പാകിസ്ഥാനിൽ ചെന്ന് കുറച്ചു കാലം താമസിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ബോധ്യപ്പെട്ടത് അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള പ്രദേശമല്ല അത്. തിരികെ അവരുടെ ജന്മനാട്ടിലേക്ക് വരുന്നതാണ് നല്ലതെന്ന് അവർക്ക് തോന്നിയിട്ട് എന്ത് ചെയ്തു? അവർ തിരികെ ഇങ്ങോട്ടേക്ക് പോന്നു. എങ്ങോട്ടേക്ക് പോന്നു? ഇന്ത്യയിലേക്ക് പോന്നു. അപ്പോൾ ഇവർ ഇന്ത്യയിൽ നിന്നാണ് ആദ്യം പാകിസ്ഥാനിലേക്ക് പോയത്. പാകിസ്ഥാനിൽ ചെന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തിരിച്ച് ഇന്ത്യയിലേക്കും പോകും. അങ്ങനെ വന്നിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കും നമ്മൾ പൗരത്വം കൊടുക്കും. ഏത് മാർഗേന? രജിസ്ട്രേഷൻ എന്നുള്ള മാർഗത്തിൽ ഇവർക്കും നമ്മൾ പൗരത്വം കൊടുക്കും. ഇവർ എന്ത് ചെയ്താൽ മതി? ഒരു 6 മാസം ഇവിടെ താമസിച്ചിട്ട് പൗരത്വത്തിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇവരെയും നമ്മൾ പരിഗണിക്കുമെന്ന് പറയുന്നതാണ് 7ാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇനി ഒരെണ്ണം കൂടി നമുക്ക് നോക്കിയേക്കാം. അതാണ് 8ാമത്തെ ആർട്ടിക്കിൾ എന്നാ പറയുന്നത്. 8. എന്താണ് ഈ 8ാമത്തെ ആർട്ടിക്കിൾ? 8ാമത്തെ ആർട്ടിക്കിൾ പറയുന്ന കാര്യം മറ്റൊന്നുമല്ല. 8ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ഇന്ത്യ മാത്രമായിരുന്നില്ല കോളനി. അവർക്ക് വേറെ ഒരുപാട് കോളനികൾ ഉണ്ടായിരുന്നു. ഈ കോളനികളിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ കുറെ പാവങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോയി. അവർ അവിടെ തന്നെ അവരുടെ ശിഷ്ടകാലം ജീവിക്കുകയും സന്തതി പരമ്പരകളൊക്കെ ആയിട്ട് പല രാജ്യങ്ങളിൽ അങ്ങനെ തൊഴിലാളികളായിട്ട് കഴിയുകയും ചെയ്തു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇന്ത്യ എന്ന കോളനി സ്വതന്ത്ര രാഷ്ട്രമായി മാറുന്നത്. അപ്പോൾ ഞങ്ങളുടെ പൂർവികരുടെ മാതൃരാജ്യം സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇവരുടെ പിന്മുറക്കാർക്ക് സ്വാതന്ത്ര്യം നേടി ഇന്ത്യയിലേക്ക് തിരിച്ചു വരണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകുകയും, അങ്ങനെ ആഗ്രഹം തോന്നുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം? ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ പൂർവികരുടെ ദേശത്തേക്ക് വരാം.
അവരുടെ പിതാമഹന്മാരുടെയും അതേപോലെ തന്നെ മുത്തശ്ശിമാരുടെയും എല്ലാം നാട്ടിലേക്ക് തിരികെ വരാനായിട്ടുള്ള വ്യവസ്ഥ നമ്മുടെ ഭരണഘടനയിൽ ചെയ്തിട്ടുണ്ട്. അവരിവിടെ വന്നൊരു 6 മാസം താമസിച്ചിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവരെയും നമ്മൾ എന്ത് ചെയ്യും? ഇന്ത്യൻ പൗരത്വം നൽകാൻ പരിഗണിക്കും എന്നായിരുന്നു 1950 ഇന്ത്യൻ പൗരത്വ നിയമത്തിൽ പ്രതിപാദിച്ചിരുന്നത്. അതായത് ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ അവർക്ക് നമ്മൾ പൗരത്വം കൊടുക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ഇന്ത്യൻ ഭരണഘടനയിലെ 8ാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ പൗരത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അധികം ശ്രദ്ധിക്കാത്തതും പഠിക്കാൻ ശ്രമിക്കാത്തതുമായിട്ടുള്ള ഒരു ഏരിയയാണ് ഈ സിറ്റിസൺഷിപ്പുമായി ബന്ധമുള്ള ഈ ആർട്ടിക്കിളുകൾ. അപ്പോൾ ഈ ആർട്ടിക്കിളുകൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്നോ നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തിയാൽ മതി. ക്ലാസ് ചെയ്തു തരാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. ഓൾ ദ ബെസ്റ്റ്.